പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 92 സങ്കീർത്തനം 10 വാക്യം. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ഒരു ദൈവ പൈതലിന് പറയാൻ സാധിക്കും, അവിടം കൊണ്ട് അവൻ തീരത്തില്ല. ആ പ്രശ്നം കൊണ്ട്, ആ പ്രതികൂലം കൊണ്ട് ആ ദൈവ പൈതലിനെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, കർത്താവേ ഹല്ലേലൂയ, നീതികേട് പ്രവർത്തിക്കുന്നവർ തഴയ്ക്കുന്നത് നശിച്ചു പോകേണ്ടതിനാ. ഹല്ലേലൂയ. ദൈവമേ, ഇതാ നിൻ്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. നീതികേട് പ്രവർത്തിക്കുന്നവർ, ദൈവത്തെ അറിയാത്തവർ, ഹല്ലേലൂയ, അവർ തഴച്ചു വന്നാലും നശിച്ചു പോകും. അവർ ജീവിതത്തിൽ എത്ര പുഷ്ടി പിടിച്ചാലും നശിക്കുന്ന ഒരു നാശത്തിൻ്റെ സമയം അവർക്ക് കാണും. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇപ്പോൾ ഞങ്ങൾ പ്രതിസന്ധിയിലോ പ്രതികൂലത്തിലോ ആയെങ്കിലും ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ നശിച്ചു പോകുന്ന കൂട്ടത്തിലല്ല, ഞങ്ങൾ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് എങ്കിലും എൻ്റെ കർത്താവ് ഹല്ലേലൂയ എൻ്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. ഹല്ലേലൂയ. ദൈവജനത്തിന് കാട്ടുപോത്തിന് തുല്യമായ ബലം കൊടുത്ത് അവരെ ഉയർത്തി മാനിക്കും. പലരും വിചാരിക്കും ചില പ്രശ്നങ്ങളുടെ നടുവിൽ ഈ ദൈവ പൈതൽ തകർന്നു പോയെന്ന്, വീണുപോയെന്ന്. നിങ്ങൾക്കറിയാം ജോസഫിൻ്റെ ജീവിത ചരിത്രം. ജോസഫിനെ കാണുന്നവർ വിചാരിച്ച് കാണും, അവൻ പൊട്ടക്കിണറ്റിൽ വീണു, ഇനി അവന് കയറി വരാൻ പറ്റത്തില്ല, ഇനി അവൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് ഒരു പ്രത്യാശയില്ല, അവൻ തകർന്നു, അവൻ അവിടെ വെച്ച് ഇല്ലാതെയായിപ്പോയി. ഹല്ലേലൂയ. വീണ്ടും പ്രതീക്ഷയുടെ നാമ്പുമായി കർത്താവിൻ്റെ കരം അവിടെ ചലിച്ചു. അത് എന്താ സംഭവിച്ചത്? അവനെ അവിടുന്ന് മിസ്രൈമിയ കച്ചവടക്കാർ കൊണ്ടുപോയി. ഹല്ലേലൂയ. പലരും വിചാരിച്ചാണ് അവിടെ പോയി മിസ്രൈമിയ കച്ചവടക്കാരുടെ വീട്ടിൽ പോയി അടിമവേല ചെയ്തപ്പോൾ വിചാരിച്ചു തീർന്നു, ഇനി ഒരു രക്ഷയുമില്ല. എന്നാൽ അവിടെ നിന്നും ദൈവം അവനെ ഉയർത്തി, ദൈവം അവനെ പടിപടിയായി ഉയർത്തി, രാജകൊട്ടാരത്തിലെത്തി മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലവും ഉയർത്തുന്ന കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ബലം പകരുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തന, നമ്മുടെ കർത്താവ് മാറാത്തവന. യഹോവയെ സ്തോത്രം ചെയ്ത് യഹോവയെ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലിനെ തകരുവാൻ, ഇല്ലാതായിത്തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ തോറും അവൻ്റെ ദയയും രാത്രി തോറും അവൻ്റെ വിശ്വസ്തതയും നാം വർണ്ണിക്കണം. നമ്മുടെ വായിൽ രാവിലെയും പകലും രാത്രിയിലും പകലും ഹല്ലേലൂയ എല്ലാ സമയത്തും ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തുതികൾ വായിൽ നിന്ന് വരണം. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭവനം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭവനം ഇല്ലാതെയായി പോകാൻ, താളടിയായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നമുക്ക് പറയാൻ സാധിക്കും, പ്രതിസന്ധിയുണ്ട്, പ്രതികൂലമുണ്ട്, എങ്കിലും കർത്താവ് എനിക്ക് തുണയാണ്, കർത്താവ് എന്നെ പരിപാലിച്ചു. നിങ്ങൾക്കറിയാമല്ലോ 2 തിമോത്തിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ടെസ്റ്റിമണി. തിമോത്തിയോസിന് പറഞ്ഞു, തിമോത്തിയോസേ ഹല്ലേലൂയ, പലരും എനിക്ക് ദ്രോഹം ചെയ്തു, പലരും എന്നെ എൻ്റെ പ്രതിവാദത്തിൽ കൈവിട്ടു, എന്നാൽ കർത്താവ് തുണ നിന്നു. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് തുണ നിന്നതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച വേല തികപ്പാൻ കർത്താവ് ബലം നൽകി. കർത്താവ് ആ വേല എന്നിലൂടെ തികച്ചു. ഹല്ലേലൂയ. പലരും കൈവിട്ടു, എങ്കിലും കർത്താവ് തുണ നിന്നു. എത്ര പേർക്ക് പറയാൻ സാധിക്കും, പലരും, ഞാൻ പ്രതീക്ഷിച്ച പലരും, ഞാൻ കാത്തിരുന്ന പലരും കൈവിട്ട് കാണും, എന്നാൽ കൈവിടാത്ത ഒരു ദൈവം തുണ നിൽക്കുന്നവനാ. എങ്കിലും ഈ രാവിലെ സമയത്ത് പലതിനെയും നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കുമോ, എങ്കിലും ഞങ്ങൾ തകരത്തില്ല, എങ്കിലും ഞങ്ങൾ തളരത്തില്ല, എങ്കിലും ഞങ്ങൾ വീഴത്തില്ല, എങ്കിലും ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നോക്ക്, ദാവീദ് രാജാവായി വന്നപ്പോൾ ദാവീദിൻ്റെ എതിരെ പല അപവാദങ്ങളും പല വാക്കുകളും, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളും പറഞ്ഞ് ശത്രു അവനെതിരെ വന്നു. എങ്കിലും ദാവീദ് തളർന്നില്ല. ദാവീദ് ഓരോ ചുവടും ദൈവത്തെങ്കിലേക്ക് വെച്ചു. ദാവീദ് ഹല്ലേലൂയ. ഇതാ ഫെലിസ്തീയ പട്ടാളക്കാർ ദാവീദിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദാവീദിൻ്റെ കൂടെയുള്ളവർ ബലഹീനരാ, മുടന്തന്മാരാ, ചെകിടന്മാരാ, കണ്ണുപൊട്ടരാ, കുരുടരാ, ഇവനെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൻ്റെ സൈന്യത്തെ പോലും നിന്ദിച്ചു. അവനെ നിന്ദിച്ച് കളിയാക്കാൻ തുടങ്ങി. അവൻ്റെ കൂടെയുള്ളവരുടെ ഗുണം പറഞ്ഞ്, കൂടെയുള്ളവരുടെ കുറവ് പറഞ്ഞ്
പലതും പറഞ്ഞ് അവർ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ട് പക്ഷേ വേദപുസ്തകം പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമത്രേ. അവിടെ എഴുതിയിരിക്കുന്നു, എന്നിട്ടും ദാവീദ് സീയോൻ കോട്ട പിടിച്ചു. എന്നിട്ടും ദാവീദ് അതിനെ പിടിച്ചെടുത്തു. പലരും നിനക്ക് വിരോധമായി സംസാരിച്ചെന്നിരിക്കും. പലരും നിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞെന്നിരിക്കാം. എന്നാലും വേദപുസ്തകം പറയുന്ന പ്രകാരം നമുക്കും ധൈര്യത്തോടെ പറയാൻ സാധിക്കണം, എന്നിട്ടും ദാവീദ് സീയോൻ കോട്ട പിടിച്ചു. എന്നിട്ടും എൻ്റെ ചുവടുകൾ വീണില്ല. എന്നിട്ടും ഞാൻ ഓരോ ചുവടും മുമ്പോട്ട് വെച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്കും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയോ പ്രതികൂലമോ ഉണ്ടെങ്കിലും അതേ നോക്കിക്കൊണ്ട് പറയണം, എന്നെ ദൈവം വിളിച്ചത് വീണു പോകാനല്ല, തകർന്നു പോകാനല്ല. എന്നിട്ടും ഹല്ലേലൂയ, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എങ്കിലും എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പുതിയ എണ്ണ എൻ്റെ തലയിൽ തേപ്പിക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. ഇതൊന്ന് ധൈര്യത്തോടെ നമുക്ക് വിളിച്ചു പറയാം. നമ്മുടെ വീട്ടിനകത്തിരുന്നു കൊണ്ട്, നമ്മുടെ ഓഫീസിലിരുന്നു കൊണ്ട് നമുക്ക് ശബ്ദം ഉയർത്തി വിളിച്ചു പറയാം, എങ്കിലും എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തുന്ന എൻ്റെ അപ്പൻ ജീവിക്കുന്നു. അവൻ ഇന്ന് പകൽക്കാലവും വിശ്വസ്തന. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവമാണ്, നമ്മെ മാനിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.